ഹായ് ഓൾ. ഗോൾഡ് മൈൻ സീരീസിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എനർജി ഓഫ് എ ഫോട്ടോൺ. അപ്പോൾ എനർജി ഓഫ് എ ഫോട്ടോൺ നമുക്കറിയാം, എനർജി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഒരു പാക്കറ്റ് ഈക്വൽ ടു എച്ച് മ്യൂ, ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് ഈ ഈക്വൽ ടു എച്ച് മ്യൂ. എനർജി ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് ഇൻറ്റു മ്യൂ ദ ഫ്രീക്വൻസി. ഓക്കെ, ആ മ്യൂ ദ ഫ്രീക്വൻസിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? മ്യൂ ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ലാംഡ, വെർ സി ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ലാംഡ ഈസ് ദ വേവ് ലെങ്ത്. അപ്പം ഇ ഈക്വൽ ടു എച്ച് മ്യൂ, ഇ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. അപ്പോൾ ആ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ എത്രയാണ്? 6.634 ഇൻറ്റു 10⁻³ ജൂൾ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കാരണം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ എനിക്കറിയാം, സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.989 ഇൻറ്റു 10⁻25 ഡിവൈഡ് ബൈ ലാംഡ ഇൻ ജൂൾ. അപ്പോൾ നമ്മൾ അവിടെ ലാംഡ മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ജൂളിൽ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട എച്ച് ഇൻറ്റു സി അതിൻ്റെ വാല്യൂ 1.989 ഇൻറ്റു 10⁻25 ആണ്. ഇനി ഈ 1.989 ഇൻറ്റു 10⁻25 കൊടുക്കുമ്പോൾ എനിക്ക് എനർജി ജൂളിലല്ലേ കിട്ടുന്നത്? ആണ്. പക്ഷേ എനിക്ക് എനർജി ഇലക്ട്രോൺ വോൾട്ടിലാണ് വേണ്ടതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 1.989 ഇൻറ്റു 10⁻25 യു ക്യാൻ ടേക്ക് ദ വാല്യൂ 1240 ഇൻറ്റു 10⁻9. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ വേണം തീരുമാനിക്കാൻ. അപ്പോൾ അതിൽ ജൂളിലാണ് ആൻസർ വേണ്ടതെങ്കിൽ 1.989 ഇൻറ്റു 10⁻25 ഉപയോഗിക്കുക. ഇലക്ട്രോൺ വോൾട്ടിലാണ് ആൻസർ വേണ്ടതെങ്കിൽ 1240 ഇൻറ്റു 10⁻9 ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ ലാംഡ മീറ്ററിലാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ലാംഡ നാനോമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിലോ ആ 1240 ഇൻറ്റു 10⁻9 എന്ന 10⁻9 ഒഴിവാക്കുക. എന്നിട്ട് 1240 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോൺ വോൾട്ടിലെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം എനർജി ഓഫ് എ ഫോട്ടോൺ കണ്ടുപിടിക്കാൻ ഇ ഈക്വൽ ടു എച്ച് മ്യൂ. മ്യൂ ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ ലാംഡ, കാരണം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്പീഡ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത്. അപ്പോൾ ഇ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, സി സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 1.989 ഇൻറ്റു 10⁻25. അത് ചെയ്യുമ്പോൾ ജൂളി കിട്ടും. ഇനി ഇലക്ട്രോൺ വോൾട്ടിലാണ് വേണ്ടതെങ്കിൽ 1240 ഇൻറ്റു 10⁻9. ഇനി ലാംഡ നാനോമീറ്ററിലാണെങ്കിൽ ആ 10⁻9 ഒഴിവാക്കുക. 1240 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? ദ മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അത് നമ്മൾ വളരെ ചെറിയൊരു എനർജിയിൽ നമ്മളൊരു മെറ്റൽ സർഫസിലേക്ക് പോയിന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കണമെന്നില്ല, അവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കണമെന്നില്ല, അവിടെ ഇലക്ട്രോൺ ഇജക്ഷൻ സംഭവിക്കണമെന്നില്ല. അപ്പോൾ ഇലക്ട്രോൺ ഇജക്ഷൻ സംഭവിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ മിനിമം എമൗണ്ട് ഓഫ് എനർജി. That minimum amount of energy required to pump out an electron from the metal surface is called work function. ഓക്കെ, അപ്പോൾ ആ വർക്ക് ഫംഗ്ഷൻ ഞാനിവിടെ 5 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ 0. എന്താണ് മ്യൂ 0? നിങ്ങൾ നേരത്തെ ഇ ഈക്വൽ ടു എച്ച് മ്യൂ എന്ന് കണ്ടു. അവിടെ മ്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആയിരുന്നു. ഇത് 5 ആണ്. ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി ഇ ഈക്വൽ ടു എച്ച് മ്യൂ. ഇവിടെ 5 ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ 0. What is mu 0? It is the minimum amount of energy required to eject out an electron. അതുപോലെ mu 0 is the threshold frequency. The minimum frequency required to eject an electron from the metal surface is called threshold frequency. ആ threshold frequency ആണ് mu 0. ഓക്കെ അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് എസ് 5 is equal to എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ മാക്സിമം. ദാറ്റ് ഈസ് ലാംഡ മാക്സിമം. ആദ്യം നമ്മൾ കണ്ട ടേം വർക്ക് ഫംഗ്ഷനാണ്. ഇനി അതുപോലെ രണ്ട് ടേംസും കൂടെ ഉണ്ട്. ഒന്ന് ത്രഷോൾഡ് ഫ്രീക്വൻസി, മറ്റേത് ത്രഷോൾഡ് വേവ് ലെങ്ത്. എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി? ത്രഷോൾഡ് ഫ്രീക്വൻസി ഇസ് ദ മിനിമം എമൗണ്ട് ഓഫ് ദ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ദർ വിൽ നോട്ട് ബി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ആ മിനിമം ഫ്രീക്വൻസിയുടെ താഴെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അഥവാ ഇലക്ട്രോൺ ഇജക്ഷൻ മെറ്റൽ സർഫസിൽ നിന്ന് സംഭവിക്കില്ല. സോ വാട്ട് വിൽ ബി ത്രഷോൾഡ് വേവ് ലെങ്ത്? ദ മാക്സിമം വേവ് ലെങ്ത് എബോവ് വിച്ച് ദർ വിൽ നോട്ട് ബി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. കാരണം ഇ ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ, അതായത് എനർജി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ.
അതുപോലെ മിനിമം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഇലക്ട്രോൺ ഇജക്ഷനാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. പക്ഷേ ത്രഷോൾഡ് വേവ് ലെങ്ത് പറയുമ്പം ദാറ്റ് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് എബോവ് വിച്ച് ദർ ഈസ് നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിൻ്റെ കാരണം E = hc/λ ആണ്, E പ്രപ്പോർഷണൽ ടു 1/λ. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോഴാണ് എനർജി കുറയുന്നത്. സോ സിൻസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ചേഞ്ച് വന്നത്. ഓക്കെ, നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ കാര്യം പറയുമ്പോൾ എന്താ പറയുന്നത്? ദ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ദർ ഈസ് നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പക്ഷേ വേവ് ലെങ്ത് പറയുമ്പം ഇറ്റ് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് എബോവ് വിച്ച് ദർ ഈസ് നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഫംഗ്ഷനും കണ്ടു. നൗ എക്സ്പ്രഷൻസ് ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ദ എക്സ്പ്രഷൻസ് ഫോർ ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ തന്നെയാണ് E = hμ. നിങ്ങൾക്കറിയാം E = hμ. ഓൾറെഡി നിങ്ങൾക്കറിയാം E = mc², അല്ലേ? E = mc². അപ്പോൾ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഈ hμ = mc² നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. യു ഓൾറെഡി നോ ദാറ്റ് μ = c/λ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ hc/λ = mc². c പോയി. സോ ലാംഡ ഡി ബ്രോഗ്ലി = h/mc. ആ c എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ? അപ്പോൾ അതിനെങ്ങനെ എഴുതാം? h/mv എന്ന് എഴുതാം. വാട്ട് ഈസ് mv? മൊമെൻറ്റമാണ്. സോ ലാംഡ = h/p എന്ന് എഴുതാം, അല്ലേ? പക്ഷേ വർക്ക് എനർജി പവറിൽ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു? p = √2me, where E is the energy. ശരിയല്ലേ? ബട്ട് വാട്ട് ഈസ് എനർജി? ലാംഡ = h/√2mqv. കാരണം E = ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇൻസ്റ്റെഡ് ഓഫ് E I can write qv. From kinetic theory chapter you also know that E = 3/2 kT. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you will be getting ലാംഡ = h/√3mkt. ഓക്കെ അല്ലേ? സോ ഇൻസ്റ്റെഡ് ഓഫ് E I am substituting 3/2 kT and I will be getting lambda = h/√3mkt. അപ്പോൾ എനിക്കിപ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത്തിന് ഒരുപാട് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പ്രപ്പോർഷണാലിറ്റി എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായി, അല്ലേ? സോ ലാംഡ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/v. ലാംഡ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/p. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/√e. It is directly proportional to 1/√v. It is directly proportional to 1/√t. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡി ബ്രോയി വേവ് ലെങ്ത്തിൻ്റെ റിലേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പിക്കാണിത്. E = E0 + കൈനറ്റിക് എനർജി. അതായത് നമ്മളൊരു മെറ്റൽ സർഫസിലേക്ക് കൊടുക്കുന്ന ടോട്ടൽ എനർജി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് എനർജി ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ എന്തിന്? അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആ ഇലക്ട്രോണെ മെറ്റൽ സർഫസിൽ നിന്ന് ഇജക്റ്റ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി കണ്ടത് എന്തായിരുന്നു? വർക്ക് ഫംഗ്ഷൻ. മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഇജക്ട് ദാറ്റ് ഇലക്ട്രോൺ ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ആ വർക്ക് ഫംഗ്ഷൻ ഞാൻ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് എനർജിയിൽ നിന്ന് ആര് അബ്സോർബ് ചെയ്യും? ആ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് ഇജക്റ്റഡ് ആവും. ബാക്കി എനർജി ഉണ്ടാവില്ലേ? ആ ബാക്കി എനർജി എന്തിന് യൂസ് ചെയ്യും? ആ ബാക്കി എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ശരിയല്ലേ? സോ ഐ വിൽ റൈറ്റ് ഇൻസിഡൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു ത്രഷോൾഡ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ആ ത്രഷോൾഡ് എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. ശരിയല്ലേ? സോ E = E0 + കൈനറ്റിക് എനർജി. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? hμ = hμ0 ഓർ വർക്ക് ഫംഗ്ഷൻ പ്ലസ് 12mv². ആ 12mv² ആണ്. ജസ്റ്റ് മെറ്റൽ സർഫസിന് ഇജക്റ്റഡ് ആയാൽ മതിയോ? പോരാ, അത് പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അതിന് കൈനറ്റിക് എനർജി വേണ്ടേ? അപ്പോൾ ആ എക്സസ് എനർജി എന്തായിട്ട് യൂട്ടിലൈസ്ഡ് ആവും? കൈനറ്റിക് എനർജി ആയിട്ട് യൂട്ടിലൈസ്ഡ് ആവും. ഓക്കെ, സോ hμ = hμ0 + 12mv² ഓർ hμ = 50 വർക്ക് ഫംഗ്ഷൻ പ്ലസ് EV0. അതെങ്ങനെ കിട്ടി? ആ 12mv² കൈനറ്റിക് എനർജിയിൽ പുറത്തേക്ക് ഷൂട്ടഡായി വരുന്ന ആ ഇലക്ട്രോണിനെ എനിക്ക് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇപ്പം വരുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ വേണ്ട പൊട്ടൻഷ്യൽ ഞാൻ കൊടുക്കണം. അപ്പോൾ ആ 12mv² ഇക്വലൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ മെറ്റൽ സ്റ്റോപ്ഡ് ആകില്ലേ? ഇതും എനർജിയാണ്, ഈ EV0 എന്ന് പറയുന്നതും എനർജിയാണ്. അപ്പോൾ അത് രണ്ട് ഈക്വലാണ്. കാരണം ആ വരുന്ന എനർജിയെ ബ്ലോക്ക് ചെയ്ത് എനിക്ക് ആ ഇലക്ട്രോണെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് കൊടുക്കുന്നത്?
എനർജി കൊടുക്കുന്നത്. യു നോ ദാറ്റ് എനർജി ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് V0 എന്നും ഈ ചാർജ് ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ട് E എന്നും റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ½V² ഈസ് ഈക്വൽ ടു E ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 എന്ന് കിട്ടി. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്, റൈറ്റ്? സോ V0 ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 4 പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. When a metal surface is illuminated with radiation of wavelength lambda, stopping potential is V. If the same surface is illuminated with radiation of wavelength 2 lambda, stopping potential is V/4. അങ്ങനെയെങ്കിൽ the threshold wavelength is. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇനിഷ്യലി വേവ് ലെങ്ത് ലാംഡ ഉപയോഗിച്ചപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V. അതേ സർഫസ് തന്നെ, പക്ഷേ റേഡിയേഷൻ 2 ലാംഡ ഉപയോഗിച്ചപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V/4. അങ്ങനെയെങ്കിൽ ദ ത്രഷോൾഡ് വേവ് ലെങ്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഞാൻ കൊടുത്ത ടോട്ടൽ എനർജി hc/λ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ hc/λ മാക്സിമം, അതാണല്ലോ ത്രഷോൾഡ് വേവ് ലെങ്ത്, പ്ലസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ EV. ഇതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ, വെൻ യു യൂസ്ഡ് വേവ് ലെങ്ത് 2 ലാംഡ, അവിടെയും hc/λ മാക്സിമം, അതിന് മാറ്റമില്ല, പ്ലസ് പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിപ്പോയി? EV/4 ആയിപ്പോയി. ഇതൊന്നും അല്ല നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ലാംഡ മാക്സിമം ആണ്, അതായത് ത്രഷോൾഡ് വേവ് ലെങ്ത് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ലാംഡ 2 ലാംഡ 3 ലാംഡ 4 ലാംഡ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇയോ വിയോ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇയും വിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ നിന്ന് കളയണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? EVയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം? EV ഈക്വൽ ടു hc/λ മൈനസ് hc/λ മാക്സിമം അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? hc/2 ലാംഡ ഈസ് ഈക്വൽ ടു hc/λ മാക്സിമം പ്ലസ് EV/4. EV എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് /4 ചെയ്യുമ്പോൾ hc/4 ലാംഡ മൈനസ് hc/4 ലാംഡ മാക്സിമം, ശരിയല്ലേ? ഇനി ഈ hc/4 ലാംഡ നമുക്ക് അപ്പർ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ അതെന്തായി? hc/4 ലാംഡ ഈസ് ഈക്വൽ ടു 4 ലാംഡ മാക്സിമം ഡിവൈഡഡ് ബൈ ലാംഡ മാക്സിമം. അപ്പോൾ 4hc മൈനസ് hc എത്ര വരും? 3hc എന്ന് കിട്ടി. hc ക്യാൻസലായി. ഓക്കെ, 4 ക്യാൻസലായി. 4 ക്യാൻസലായി. സോ ലാംഡ മാക്സിമം ഈസ് ഈക്വൽ ടു 3 ലാംഡ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. ലാംഡ മാക്സിമം ഈസ് ഈക്വൽ ടു 3 ലാംഡ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഫസ്റ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഇലുമിനേറ്റഡ് വിത്ത് വേവ് ലെങ്ത് ലാംഡ, കൈനറ്റിക് എനർജി ഈസ് E. ലാംഡയായിട്ട് ഇലുമിനേറ്റ് ചെയ്തപ്പോൾ കൈനറ്റിക് എനർജി E ആണ്. നൗ λ/2 ഉപയോഗിച്ചപ്പോൾ കൈനറ്റിക് എനർജി 3E ആണ്. അങ്ങനെയെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ hc/λ, അതാണ് ഇനിഷ്യൽ എനർജി, ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. പിന്നെ നമ്മൾ എന്ത് മാറ്റി? വേവ് ലെങ്ത് മാറ്റി. hc/λ/2 ആക്കിയപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഒരിക്കലും മാറ്റം വരില്ല. പ്ലസ് ഇപ്പോൾ കൈനറ്റിക് എനർജി എന്തായി? 3E ആയി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വർക്ക് ഫംഗ്ഷനാണ്. E എന്നുള്ളൊരു ടേം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ E-നെ നമ്മൾ കളയാൻ പോകണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് E-നെ മാറ്റി എഴുതാം. വിച്ച് ഇംപ്ലൈസ് E ഈസ് ഈക്വൽ ടു hc/λ മൈനസ് 50. അപ്പോൾ ഇവിടെ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിലോ രണ്ടാമത്തെ ഇക്വേഷൻ മാറി. 2hc/λ ഈസ് ഈക്വൽ ടു 50 പ്ലസ് 3hc/λ മൈനസ് 350. അപ്പോൾ മൈനസ് 250 ഇപ്പോഴത്തേക്ക് വന്നു. സോ 250 ഈസ് ഈക്വൽ ടു 3hc/λ മൈനസ് 2hc/λ വിച്ച് ഈസ് ഈക്വൽ ടു hc/λ ഓർ 50 ഈസ് ഈക്വൽ ടു hc ഡിവൈഡഡ് ബൈ 2 ലാംഡ.
നമുക്ക് 1 മിനിറ്റ് താഴെ സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡുവൽ നേച്ചറിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് 3-4 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇൻസിഡൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് വർക്ക് ഫംഗ്ഷൻ. ആ ഇക്വേഷൻ മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓർക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ hc/2 ലാംഡ ആണ്. റൈറ്റ്. Now, the third pattern question. When illuminated with a frequency f, stopping potential V0. And on illuminating with frequency 2f, stopping potential is 3V0. അങ്ങനെയെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്? സോ ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം? h mu ഈക്വൽ ടു h mu0 പ്ലസ് ഇ V0. ഇവിടെ മ്യൂവിന് പകരം അവർ എഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എച്ച് എഫ് ഈസ് ഈക്വൽ ടു HF0 പ്ലസ് ഇ V0. അതാണ് ഇനിഷ്യലി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇനി നമ്മളോട് അവർ രണ്ടാമത് പറഞ്ഞു 2HF, കാരണം ഇപ്പോൾ ഫ്രീക്വൻസി 2f ആക്കി. ദിസ് ഈസ് ഈക്വൽ ടു HF0 പ്ലസ് 3 EV0. ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ EV0 വേണോ? വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാറ്റിക്കളയാം. വിച്ച് ഇംപ്ലൈസ് EV0 ഈസ് ഈക്വൽ ടു HF മൈനസ് HF0. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 2HF ഈസ് ഈക്വൽ ടു HF0 പ്ലസ് 3HF മൈനസ് 3HF0. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. EV0 നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ 3 EV0 എന്ന് പറയുമ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ ആയി അല്ലേ. ആ 3HF ഒരു സൈഡിലേക്ക് നമ്മളെടുത്തു. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി? റൈറ്റ് സൈഡിൽ -2HF0. അത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2HF0. ഇനി 3HF മൈനസ് 2HF HF പോയി. F0 ഈസ് ഈക്വൽ ടു F/2 അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറുകൾ കണ്ടുപിടിക്കാം. ഒരേ ഒരു ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? ഇൻസിഡൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു work function plus kinetic energy. And our last question, when illuminated with wavelength lambda, kinetic energy is E. And when illuminated with wavelength lambda by 3, kinetic energy is 80. അങ്ങനെയെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? ഏതായിരിക്കും ഇക്വേഷൻ? നിങ്ങൾക്കറിയാം. hc/λ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി E. രണ്ടാമത്തെ കേസിൽ ഇവർ എന്താക്കി? വേവ് ലെങ്ത് മാറ്റി 3hc/λ, കാരണം λ/3 ആണ്, 3 മേലെ പോയി, ഈസ് ഈക്വൽ ടു 50 പ്ലസ് 8E. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിച്ച് ഇംപ്ലൈസ് ഇ ഈസ് ഈക്വൽ ടു hc/λ മൈനസ് 50. അപ്പോൾ അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3hc/λ ഈസ് ഈക്വൽ ടു 50 പ്ലസ് 8hc/λ മൈനസ് 850. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5hc/λ ഈസ് ഈക്വൽ ടു 8hc/λ മൈനസ് 3hc/λ വിച്ച് ഈസ് ഈക്വൽ ടു 5hc/λ. ഇനി ആ -750 അപ്പുറത്തേക്ക് പോകുമ്പോഴോ 750 അല്ലേ. സോ അവർ ആൻസർ ഈസ് 50 ഈസ് ഈക്വൽ ടു 5hc ഡിവൈഡഡ് ബൈ 7λ. 5hc ഡിവൈഡഡ് ബൈ 7λ. സി, ഇതെല്ലാ കൊല്ലം നമ്മൾ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് മാത്രം ചെയ്താൽ മതി? ഇൻസിഡൻറ്റ് എനർജി ഓർ ദ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. സിമ്പിൾ അല്ലേ? ഓക്കെ, ബൈ.